ഇനി ശബരിമലയിൽ മകരവിളക്ക് മണ്ഡല പൂജയ്ക്കൊക്കെ ആയിട്ട് പോകുന്നവരുടെ ശ്രദ്ധയിലേക്കൊരു കാര്യം. മകരവിളക്ക് സമയത്ത് ഭക്തരുടെ എണ്ണം നിജപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഡിസംബർ 25-ന് 54,000 ഭക്തർക്കും 26-ന് 60,000 ഭക്തർക്കും മാത്രമായിരിക്കും ദർശനം ഉണ്ടാവുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുക. ഈ കൃത്യമായി 54,000 60,000 പേർക്ക് മാത്രമാണ് ദർശനത്തിന് സൗകര്യം ഉണ്ടാവുക. മകരവിളക്ക് ദിവസങ്ങളിലാണ് ഈ നിയന്ത്രണം. ജനുവരി 12-ന് 60,000, 13-ന് 50,000, 14-ന് 40,000 എന്നിങ്ങനെയാണ് നിയന്ത്രണം ഉണ്ടായിരിക്കുക. അതേസമയം നിലവിൽ ശബരിമല സന്നിധാനത്ത് തിരക്ക് തുടരുകയുമാണ്. സോണൽ കൃഷ്ണ സന്നിധാനത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സോണൽ, വളരെ തിരക്കേറിയ ദിവസങ്ങളാണ് ഇന്നലെയൊക്കെ സോണൽ വിവരങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ 96,000-ന് മുകളിലൊക്കെയാണ് ഒരു ദിവസം ഭക്തർ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്തായിരിക്കും ഇങ്ങനെയൊരു നിജപ്പെടുത്തൽ. അതിപ്പോൾ എത്രത്തോളം പ്രായോഗികമാകുമെന്ന് പറയാൻ കഴിയില്ലല്ലേ? പ്രത്യേകിച്ചും മകരവിളക്ക് തൊഴാൻ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന ഒരു കാര്യമാണത്. അതിൻ്റെ ഒരു പ്രായോഗികത എങ്ങനെയാണ് ദേവസ്വം ബോർഡ് പറയുന്നത്? തീർച്ചയായിട്ടും ദിവിഷ്, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാവും. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്നും സന്നിധാനത്ത് വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നടപ്പന്തൽ ഉൾപ്പെടെ നീണ്ട നിരയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മരക്കൂട്ടത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എസ്ഒ ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യം കൂടി മുൻകണ്ട് അല്ലെങ്കിൽ കണക്കിലെടുത്തിട്ടാവാം ഒരുപക്ഷെ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് മണ്ഡല മകരവിളക്ക് പൂജ ദിവസങ്ങളിൽ ഭക്തരുടെ എണ്ണത്തിൽ, സന്നിധാനത്തെത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ഡിസംബർ 25, അതായത് തങ്കാങ്കി ചാർത്തി അല്ലെങ്കിൽ തങ്കാങ്കി ഇങ്ങോട്ടേക്ക് എത്തുന്ന ദിവസത്തെ ഒരു കണക്കാണ്. അത് 60,000 ഭക്തരെ മാത്രമേ സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വിഷയത്തിലെല്ലാം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കാനാണ് സാധ്യത എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 4 ദിവസമായിട്ട് നമുക്കറിയാം 25,000-നോട് അടുത്ത് സ്പോട്ട് ബുക്കിംഗ് മാത്രം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്പോട്ട് ബുക്കിംഗ് ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാനാണ് സാധ്യത. പക്ഷേ അത് കോടതിയുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ട് അത് പരിഗണിച്ചായിരിക്കും ആ കാര്യത്തിലേക്ക് ഒരു തീരുമാനം ഉണ്ടാവുക എന്നാണ് പ്രധാനമായി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഭക്തർ സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ ഒരു ക്രമീകരണം, നിയന്ത്രണം ഏർപ്പെടുത്താൻ എന്തായാലും ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇതേ തീരുമാനം മകരവിളക്ക് ദിവസങ്ങളിലും ഉണ്ട്. അതായത് ജനുവരി 12-ാം തീയതി 60,000 പേരെയും 13-ാം തീയതി 50,000 പേരെയും 14-ാം തീയതി 40,000 പേരെയും മാത്രമേ ദർശനത്തിന് അനുവദിക്കുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനമായി പറഞ്ഞിരിക്കുന്നത്. ഇതിലൊക്കെ തന്നെ കോടതിയുടെ ഒരു തീരുമാനം കൂടി പരിഗണിക്കപ്പെടും. അതിനുശേഷമായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യത്തിലൊക്കെ ഇനിയൊരു തീരുമാനം വരേണ്ടതുണ്ട്. ഭക്തരെ സംബന്ധിച്ച് നമുക്കറിയാം ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വലിയ തിരക്ക് സന്നിധാനത്ത് ഉണ്ടാവുന്നുണ്ട്. അതെ, ശരിയാണ് സോണൽ. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ, ഒരു 3-4 ദിവസമായി വലിയ തിരക്ക് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് മണ്ഡലപൂജ മകരവിളക്ക് സമയങ്ങളിൽ നിയന്ത്രണം, അതായത് 40,000, 54,000, 60,000 എന്നിങ്ങനെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. അതായത് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് വരാൻ കഴിയുന്നവരുടെ എണ്ണം അത്രയും, കാരണം വലിയ തിരക്കുണ്ടാകുമെന്ന് കണക്കിലെടുത്താണ് അങ്ങനെ ഒരു തീരുമാനം. സ്പോട്ട് ബുക്കിങ്ങിലൂടെ അല്ലാതെ കൂടുതൽ ആളുകൾ വരും എന്നതുകൊണ്ടാണ് ഈ വെർച്വൽ ക്യൂവിൽ എണ്ണം കുറയ്ക്കുന്നത്. അത് ആളുകൾ അപ്പോൾ പോകാൻ പ്ലാൻ ചെയ്യുന്നവർ ദയവായി നേരത്തെ തന്നെ വെർച്വൽ ക്യൂ ഒക്കെ ബുക്ക് ചെയ്ത് സുരക്ഷിതമായി പോവുക. അവിടെ ചെന്ന് ഇപ്പം ഇന്നലെ ഒരു പ്രതികരണം നമ്മൾ സോണലിനോട് ഭക്തർ പറയുന്നത് കേട്ടാണ്, സ്പോട്ട് ബുക്കിങ്ങിന് വേണ്ടി ഒരുപാട് 3 മണിക്കൂർ കണ്ട് കാത്തിരിക്കേണ്ടി വന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അത് നമ്മുടെ ഭാഗത്തൊരു വീഴ്ചയാണ്. നമുക്ക് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് പോയാൽ ആ സമയം നമ്മൾ ബുക്കിങ്ങിനുള്ള സമയം ഒഴിവാക്കാം. അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. എന്നാൽ പോലും അപ്പോൾ സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കി പരമാവധി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് പോകുന്നതാണ് ഉചിതമായ കാര്യം. അതൊരു ഇല്ല ഞാൻ അങ്ങനെ ചെയ്തു പോകില്ല എന്നൊന്നും ഷഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സംവിധാനം ഒരുക്കിയത് അതിൻ്റെ ഒരു സുഗമമായ നടത്തിപ്പിന് വേണ്ടിയല്ലേ. അപ്പോൾ പരമാവധി ഭക്തർ അതിനോട് സഹകരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മകരവിളക്ക് സമയത്തൊക്കെ കൃത്യമായ നിയന്ത്രണമുണ്ട് ഭക്തരുടെ എണ്ണത്തിൽ. അപ്പോൾ പ്ലാൻ ചെയ്യുന്നവർ നേരത്തെ തന്നെ ഓൺലൈനിൽ കയറി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് തങ്ങളുടെ ദർശനത്തിനുള്ള സൗകര്യം ഉറപ്പാക്കുക.